നമുക്കൊരു ക്രോഷ്യ ചെയ്താലോ? ക്രോഷ്യയിൽ ഈസി ആയിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ആപ്ലിക്യൂ ചെയ്യാം. നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഈസി ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് യാൺ എടുക്കാം. 4 പ്ലേയുടെ യാണോ ഏതായാണോ വേണമെങ്കിൽ എടുക്കാം. യാണെടുത്ത് ആദ്യം ഒരു മാജിക്കൽ റിങ് എടുക്കുക. മാജിക്കൽ റിങ് ചെയ്തതിന് ശേഷം നമ്മളൊരു 3 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യണം. ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചുകൾ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ സീരീസ് വീണ്ടും ഇടുന്നതാണ്. അതിൽ ഓരോ സ്റ്റിച്ചും ബേസിക്കായിട്ട് പറയുന്നതാണ്. അത് ഓരോ സീരീസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി 2 വട്ടം യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിനകത്തൂടെ അത് യാൺ ഓവർ ചെയ്ത് യാണിനെ പുൾ ഔട്ട് ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് മൂന്നാമത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞതിന് ശേഷം 4 DC ആണ്. ഇതിപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നു. അത് കഴിഞ്ഞ് DC ചെയ്യുമ്പോഴും ഒരു തവണ യാണിനെ ചുറ്റിയെടുത്തിട്ട് മാജിക്കൽ റിങ്ങിലൂടെ കടത്തി യാൺ ഓവർ ചെയ്ത് അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. അതിൽ 2 ലൂപ്പിലൂടെ യാണിനെ വലിച്ചെടുത്തിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പ് കിട്ടും. ആ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ മൊത്തം 4 DC നമുക്ക് ചെയ്യണം. 4 DC ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, മാജിക് റിങ്ങിലൂടെ പുറത്തെടുക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് ലാസ്റ്റത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ 4 DC ചെയ്യണം. അതിനുശേഷം ചെയിൻ 2 ചെയ്യണം. 2 ചെയിൻ ചെയ്യണം. അപ്പോഴേക്കും ഒരു ഹാഫായി മാറും. ചെയിൻ 2 ചെയ്ത് പിന്നീട് വീണ്ടും 4 DC ചെയ്യണം. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നീട് ലാസ്റ്റ് 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അതിനുശേഷം ലാസ്റ്റ് ചെയിൻ 3 ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് നോട്ടല്ല, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ടെയിൽ എൻഡ് ആയിട്ടുള്ള ആണ് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോഴേക്ക് നമുക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരണം. എന്നിട്ട് യാൺ കുറച്ച് വലിച്ചു വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം യാൺ നടുക്ക് വരുന്ന രീതിയിൽ യാൺ വരുത്തിയിട്ട് എന്താ പറയുക, നീഡിലൂടെ അകത്തേക്ക് വലിച്ച് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 യാൺ കൂടെയായിട്ട് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് യാണിനെ കട്ട് ചെയ്ത് കളയാം. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ
റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, ലെമണിൻ്റെ ആപ്ലിറ്റ്യൂഡ് റെഡി ആയിരിക്കുകയാണ്. ഹാർട്ടിൻ്റെ ഓക്കെ 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 താങ്ക് യു, ബൈ.